ഹായ്. അപ്പോൾ അങ്ങനെ കർക്കിടക മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അപ്പോൾ കർക്കിടകം തുടങ്ങിയാൽ പിന്നെ ഇവിടെ മരുന്നിൻ്റെ ഇതായിരിക്കും, പ്രസവരക്ഷാ മരുന്നിൻ്റെ ഇതെല്ലാം ആയിരിക്കും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മളെ ചേച്ചി ആക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ മരുന്ന്. താഴ്ന്നാണ് ആക്കുന്നേ. ഓ എന്ത് എൻ്റെ ഋഷിട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കൂടാട്ടോ മരുന്ന്. പിന്നെ വിടൂല ഇങ്ങോട്ട് എടുക്കാൻ, അത്രക്ക് ഇഷ്ടമാണ്. എല്ലാരും ഇന്ന് തിങ്കളാഴ്ച വന്നിട്ട് ഇന്ന് എല്ലാവർക്കും പിള്ളേർക്ക് എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് സ്കൂളിൽ ലീവാണ്, വേൾഡ് കപ്പ് ഫൈനൽ ആയതുകൊണ്ട് ഇന്നലെ. അപ്പൊ അങ്ങനെ നമ്മള് അർജന്റീന തോറ്റട്ടോ, സങ്കടമുണ്ട്. സാരല്ലായിരിക്കും പിടിക്കാം. ഇനി പറഞ്ഞിട്ടെന്നോട്ടെ, കുറവേനു അവർക്ക് ബോളേ കിട്ടുന്നില്ല അടിക്കാൻ. സത്യം, സാരല്ല, അവർക്കും ജയിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇന്ന് ഇപ്പോൾ മരുന്നാക്കുന്നത് തായന്നാന്ന് ഇന്ന് മരുന്നാക്കി. ഇപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് ചേച്ചിൻ്റെ ഒരാൾ പോയിട്ട് എല്ലാം മരുന്നിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. ഇപ്പോൾ പൊടിച്ച് നമ്മൾ കുറച്ച് തേങ്ങ ഇടുന്ന് ചിരകി, കൊടുത്ത് തേങ്ങ ആടുന്ന് ചിരകി, അങ്ങനെ എന്തെല്ലാം ആക്കി ഇപ്പോൾ തായന് വെക്കാൻ പരിപാടിയാണ് നോക്കലാണ്. അപ്പോൾ മരുന്നാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രസവരക്ഷാ മരുന്നാണ്. നമ്മളെ കുടുംബത്തിലെ കുറച്ച് പേരെല്ലാം പ്രസവരക്ഷാ മരുന്ന് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കും ആവശ്യമുണ്ട് ഇപ്രാവശ്യം നമുക്ക് തരാട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളിത് മരുന്ന് ആക്കുന്നതും കാര്യങ്ങളും കാണിക്കാം. അവര് മോളാണ് കവി വേഗം നടന്നു. അപ്പൊ താഴെ ലേഖേച്ചിന്റെ വീട്ടിന്നാട്ടെ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം രാഗിനേച്ചിന്റെ വീട്ടിൽ നിന്ന് ആക്കിയത്, ഇപ്രാവശ്യം ലേഖേച്ചിന്റെ വീട്ടിൽ നിന്ന് ആക്കുന്നത്. അതായത് അനൂട്ടിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് നേരെ താഴേക്ക് പോവാം. അപ്പൊ ഇവിടെ എല്ലാരും മരുന്നാക്കേണ്ട പുരുഷാർത്ഥത്തിലാണ്. ചേച്ചി ഇത് 3-ാം പാലാ? ഇത് 3-ാം പാല്, 2-ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്, തമ്പാൽ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി റെഡിയാക്കിട്ട് പ്രസവരക്ഷാ മരുന്നിനെ കുറിച്ച് 2 വാക്ക്. അപ്പോൾ ഇത് പ്രസവരക്ഷ മരുന്നാണ്. അപ്പോൾ പ്രസവരക്ഷ മാത്രമല്ല ഇപ്പം എല്ലാവരും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ കുറേ ദിവസമായി മക്കൾ കഴിച്ചിട്ട് സമയം കിട്ടായിട്ട് ഇന്നാണ് ഇപ്പം അതിന് സമയം കിട്ടിയത്. തേങ്ങാപ്പാൽ പിയ്യലാണ്. അവരിപ്പോൾ അത് ആയാൽ പാലായിക്കഴിഞ്ഞാൽ മരുന്ന് കലക്കി അടുപ്പത്ത് വെക്കാം. ഇതിപ്പോൾ ഒരുപാട് 10-30 മരുന്ന് കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ പണ്ടെല്ലാം 10-16 തരയേ ഉള്ളൂ. ഇപ്പം അതിലത്തെ ഒരുപാട് മരുന്ന് കൂടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ശരീരത്തിന് നല്ലതാണ്. കുറച്ച് കഴിച്ചാൽ പ്രസവിച്ചാക്ക് മാത്രമൊന്നല്ല, എല്ലാവർക്കും കഴിക്കാം. തടി അങ്ങനെ വരുമൊന്നും ചെയ്യില്ല. പിന്നെ അങ്ങനെ പാട് തടിക്കൊരു ശക്തി ഉണ്ടാവും. അത് കൊല്ലത്തിൽ നമുക്ക് കുറേശ്ശെ കഴിക്കാൻ കഴിയുമെങ്കിൽ തടിക്ക് നല്ലൊരു ശക്തി ഉണ്ടാവും. അതാണ് പ്രസവിച്ചാക്ക് മാത്രം നല്ല കഴിക്കുക. പണ്ട് പ്രസവിച്ചാക്ക് മാത്രമേ കഴിക്കുള്ളൂ, പിന്നെന്താ അങ്ങനെ അന്തികളൊന്നും ആക്കൂല. അപ്പം ഇതിന് കുറച്ച് അധ്വാനമുണ്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇവരിളക്കി മുറുകുമ്പോൾ തടിക്കോ, നമ്മൾ തടിച്ചു വരുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. തടിച്ചു വരാനൊന്നല്ല, നമ്മുടെ ശരീരത്തിനൊരു ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസം ഈ മരുന്ന് കഴിക്കുന്നത്. മാസ്ക് ഇട്ടോണ്ട് തിരിയില്ലേ, മാസ്ക് എല്ലാം ഇടണോ? ഇനി തേങ്ങ പാലെടുക്കുന്ന സീനാണ്. അപ്പോൾ പാല് തേങ്ങ പിഴിഞ്ഞ് പാലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഊറ്റിയിട്ട് അത് ക്ലിയർ ആയിട്ട് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 3 കെട്ടായിരുന്നു തേങ്ങാപ്പാലുണ്ടാവും. വെളിച്ചെണ്ണ ആക്കാൻ കഴിയാ? വെളിച്ചെണ്ണ ഉണക്കാൻ പറ്റുമെങ്കിൽ ആക്കാം. കഴിഞ്ഞ വർഷം ഉണക്കിയിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 3 കെട്ടല്ലേ പാല്? 3 കെട്ടത്തിലെ പാല്. ഇതില് നമ്മള് പൊടിയെല്ലാം പൊടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി 3-ാമത്തെ പാലിലിട്ടിട്ട് കലക്കിയിട്ട് അപ്പൊ അതില് 2-ാമത്തെ പാലും കൂടി ചേർക്കും. അപ്പൊ നമുക്ക് എന്തെല്ലാം മരുന്നുകളെ ചേർക്കുന്നുള്ളത് നമ്മൾ അങ്ങോട്ടൊന്നും സംസാരില്ല. ഇന്ന് മരുന്നിന്റെ ലിസ്റ്റ് പഠിക്കാൻ പോകുകയാണ് അനൂട്ടി. പഠിച്ചോ? അയമോദകം വായിച്ചെടുക്കാൻ പഠിക്കാന്ന്. അപ്പൊ ഈ മരുന്നിൽ ചേർക്കുന്ന 30 അല്ലേ അമ്മ പറഞ്ഞേ? 30 മരുന്നുണ്ട്. പിന്നെ ഓള് വായിക്കാതെ കണ്ടെന്നെ അയമോദകം, ഉലുവ, തേറ്റാമ്പരല്, മഞ്ഞള്, കുരുമുളക്, ആചാളി, ചതൂപ്പ, പിന്നെ എന്നിവ ഒരുപാട്, കടുക് മുതലായിട്ടുള്ള എല്ലാ മരുന്നുകളും, പിന്നെ ജീരകം എല്ലാം ചേർത്ത ചുക്ക്. അപ്പൊ നമുക്ക് നേരിട്ട് ഇവിടെ ഉണ്ടല്ലോ കേൾക്കാം.
അയമോദകം, അജാളി, ചതുകുപ്പ, തേറ്റമ്പാൽ, ഉലുവ, കസ്കസ് വെള്ള, കസ്കസ് കറുപ്പ്, എള്ള്, മുന്തിരിങ്ങ, ബദാംപാൽ, ജീരകം, ചുക്ക്, നെല്ലിക്കത്തോട്, മല്ലി, അമുക്കൂര, മരച്ചുള്ളിയരി, നായക്കുരുണ അരി, കുവപ്പൊടി, എള്ളെണ്ണ, പശുവിൻ നെയ്യ്, മഞ്ഞൾ, കുരുമുളക്, കൽക്കണ്ടം, ഏലക്കായ, ചക്കര, വെല്ലം, ഗോതമ്പ്, പിന്നെ ഇതെന്നാ അല്ലല്ല ഇതെന്നാ അത് തേങ്ങ 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 അല്ല അതിന്റെ തേങ്ങ 40 തേങ്ങ 40 തേങ്ങ അത് ഒരളവിനനുസരിച്ചാണ് തേങ്ങേന്റെ എണ്ണം. അതെ, അത് പറയല്ലോ. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് കർക്കിടകത്തിലെ മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെ കുടുംബത്തിൽ കഴിഞ്ഞ വർഷം പിന്നെ കുറേ ആൾ മരുന്ന് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇപ്രാവശ്യം ഇതിനിടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ആക്കുന്നില്ലേന്ന്. അപ്പോൾ കർക്കിടകമായിട്ടാകുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ കർക്കിടകം 3 4 മറ്റേ ആയുള്ളൂ. പിന്നെ മഴയും കുറവല്ലേനാ, അതുകൊണ്ടാണ്. ഇപ്പം മഴയായില്ല, അതുകൊണ്ടാണ് ഇന്നാക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് തരാം. കാരണം കുറച്ച് പേർക്കെല്ലാം പിന്നെ വേണം. കവിതയിൽ ഇപ്പം കുറച്ച് മരുന്ന് തിന്നാൽ ഞാൻ പറഞ്ഞ കവിതയോട് തടി വെക്കാനല്ല കവിത, കുറച്ചൊരു ശക്തി, കുറച്ചൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അതെ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കല. അധികം മാറ്റം വേണ്ട. ഇന്നത്തെ ഇത് ആയിരിക്കും മരുന്ന് അയക്കേണ്ട ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി. അതെ, അപ്പോൾ വാട്സപ്പ് ചെയ്താൽ ചേച്ചി അയച്ചു കൊടുക്കും കൊറിയർ വഴിയായിട്ട്. കൊറിയർ വഴിയായിട്ട് അയച്ചു. അപ്പോൾ മരുന്നാക്കാൻ വേണ്ടി കിടക്കുവന്ന്. ഇനിയിപ്പോൾ ഉരുളി വെക്കണം, അങ്ങനത്തെ കുറേ ഇനിയിപ്പോൾ 5-6 മണിക്കൂർ ഇത് വേവണം. ഇതാ പൊടിച്ചു കൊണ്ടുവച്ച എല്ലാം കൂടി പൊടിച്ചു കൊണ്ടുവച്ച. ഇതിപ്പോ കാണുമ്പോ മല്ലിപ്പൊടി പോലെ എങ്ങനെ ഇത് എത്ര മരുന്നാ തൂക്കാന്നാ ചോദിക്കുന്നേ? അത് 3/4 കിലോ അയമോദകത്തിന് കണക്കിലാന്ന് അവർ തരുക. 3/4 കിലോ അയമോദകത്തിന് അതിൻ്റെ അകത്ത് ലിസ്റ്റിലുണ്ട് തൂക്കം. അങ്ങനെ ഇല്ല, അയമോദകം മാത്രം 3/4, ബാക്കിയെല്ലാം പിന്നെ അര കിലോ എള്ള്, 1 കിലോ ഉലുവ, 1 കിലോ മല്ലി, അങ്ങനെയെല്ലാം അതിന് കണക്കായിട്ട് അവർ എഴുതിയിട്ട് തരും. പിന്നെ പശു നെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ പരിപാടി. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ലേച്ചിൻ്റെ വീട്ടിൽ നിന്നാണ്, കഴിഞ്ഞ പ്രാവശ്യം റാണീച്ചിൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ ബാബുവോട്ടനുണ്ട്. ബാബോട്ട് ഇളക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനല്ലേ, ഏത് ഇളക്കലാന്ന് ഞാൻ മനസ്സില്ല. ബാബോട്ടാ അപ്പൊ നമ്മൾ പറഞ്ഞു ബാബോട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഒന്ന് ബിജുവിനെ സഹായിക്കോ, ബിജു ഇളക്കുന്നുണ്ട്, കൂടെ ഒന്ന് സഹായിക്കോ എന്നിട്ട് ബാബോട്ട് കൂടി വന്നിട്ടുണ്ട്. അങ്കിയുണ്ട്, പിന്നെ എല്ലാരും ഉണ്ട്. നമ്മുടെ നാട്ടില് ഈ നാട്ടില് വായത്താള നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്നതിന് ഇളക്കും അങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ ആദ്യം തന്നെ നെയ്യ് പാരുന്നു കേട്ടോ. മണം വീശും അല്ലെ, അങ്ങനെയല്ലേ ഒരു പാട്ട്? ഇത് പാടേ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നില്ല. മറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് പൊടിയും ഇതെല്ലാം ഇട്ട് പാലിൽ കലക്കൽ. അപ്പോൾ ഇപ്പം ഞാൻ എന്താക്കി, ചുക്ക് വെള്ളം വെക്കാൻ വേണ്ടി നേരത്തെ തീയാക്കിനി. ആടെ വെള്ളം വെച്ചിട്ട് ഇനിയിപ്പം കലക്കാൻ പറ്റൂലല്ലോ. ഇനി താഴെ നിന്ന് കലക്കിയിട്ട് വേണം അത് അടുപ്പിലേക്ക് വെക്കാൻ. നമ്മൾ വെലീന മരുന്നൊന്നും നമ്മളിൽ പൊടിച്ചിട്ടില്ല. കസ്കസ് പോലെയുള്ളത് ഭയങ്കര വെലിച്ചലുള്ള പോലത്തെ മരുന്നാണ്. അത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടാകുമ്പോൾ ചേർക്കുക ചെയ്യുക. അതുകൊണ്ടിപ്പം ഇത് വേഗം കലങ്ങി കിട്ടും. എത്ര വർഷമായി പിന്നെ നിങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? അങ്ങനെ ചോദിക്കല്ലപ്പാ. അങ്ങനെയല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ മുതൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഓളും. കല്യാണം കഴിഞ്ഞിട്ട് 10-22 വയസ്സായി. 22 വയസ്സായി. കൊല്ലായി. അല്ല, മോന് 20 വയസ്സായപ്പോ പിന്നെ കുറച്ചിട്ട് ലോനെ കാണുന്നുണ്ടല്ലേ? അതാണ് 10-20 കൊല്ലായി നമ്മൾ ഇങ്ങനെ പ്രസവ മരുന്ന് ആക്കലുണ്ട്. പിന്നെ ആക്കിയിട്ട് തിന്നലുണ്ട്. അതിന് തിന്ന ആ തടി തന്നെയാണ് ഇപ്പം കണ്ടുവരുന്നത്. നമ്മളങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് അയ്യോ വേണ്ട മറ്റേ ഇയാൾ പറഞ്ഞ പോലെ നാക്കലില്ല. നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിക്കലുണ്ട്. അതാണ് നമ്മൾ ഈ തടീൻ്റെ രഹസ്യം. അതുകൊണ്ട് കൃത്യമായിട്ടും ഭക്ഷണം അല്ല എല്ലാ കൊല്ലവും ഇതാക്കി കഴിച്ചാൽ തടിക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. മാത്രമല്ല സൗന്ദര്യം ഉണ്ടാവും.
സത്യമാണ് ഞാൻ പറഞ്ഞേ. എൻ്റെ അടുത്ത് തടി കൂടാണ്ട് സൗന്ദര്യം കൂടാൻ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട് ഇത് തിന്നുക എന്നിട്ട് തിന്നിട്ട് അകത്തന്നെ കൂടുന്നതാണ് സൗന്ദര്യം വെക്കും തടിയും വെക്കും. പിന്നെ നമ്മൾ തിന്നിട്ട് പുറത്തെല്ലാം പണിക്കെല്ലാം ഇങ്ങനെ പണിയെല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ തടി വെക്കൂല. തടിക്കൊരു ശക്തി ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും. അതാണ് ഞാൻ വാങ്ങിയിട്ട് കഴിച്ചവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നല്ലൊരു മുഖത്തെല്ലാം ഗ്ലോ വന്നിട്ടുണ്ട്. അങ്ങനെ ഭർത്താക്കന്മാർ പലതും പറയാം, അതൊന്നും വിശ്വസിക്കണ്ട. ഞാൻ നിന്നിട്ട് പറയാ. നീ തിന്നോ? പറഞ്ഞുതരാം. എനിക്കിപ്പോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ മക്കളുടെ അടുക്ക് എന്തെല്ലാം ആക്കുന്നതെന്ന് ഇങ്ങനെ വന്ന് നോക്കലോ അഭിപ്രായം പറയലോ അല്ലാണ്ട് ഇപ്പം എന്നെ കൊണ്ട് ഇളക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. അതുകൊണ്ട് എന്നാലും എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വയ്യ തന്നെ അത് ആകുന്ന വരെ ഇനി എനിക്ക് വയ്യ തന്നെ കൂടിയിട്ട് ഇവിടെ നിൽക്കണം. അതാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം 3 മണി 3:30 ആകാനായി. അപ്പൊ ഇനിയിപ്പോ ഏകദേശം എത്ര മണി വരെ വെച്ച്? എന്തായാലും 4-5 മണിക്കൂർ വേവാനുണ്ട്. ഇനി ഈ വെള്ളത്തിൻ്റെ അകത്ത് വെള്ളം കുറുക്കിയിട്ടും കൂടി പാരാനുണ്ട്. വെള്ളം നമ്മൾ കുറുക്കിയിട്ട് അരിച്ചിട്ടേ പാരലുള്ളൂ. എല്ലാ പ്രാവശ്യവും ആക്കുമ്പോൾ അങ്ങനെ ചെയ്യലുള്ളൂ. അപ്പോൾ അതിനും കൂടി വെള്ളം ഇനി വരാനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം പതച്ച് കുറുകി മരുന്നായിട്ട് വരണം. ചില ടീമല്ല ഈ സമയത്ത് ഇവിടെ ചളിവെള്ളം കണ്ടിട്ട് കളിക്കാൻ നിൽക്കുന്നുണ്ടേ. മരുന്ന് അങ്ങനെ ആയിട്ടുണ്ട്. അടുപ്പ് കേട്ടാലേ ചെയ്. ഇത് മറ്റേ ഇതുപോലെ ഉണ്ട് നമ്മളെ ബാഹുബലിയില് ദേവസേന ഇട്ട് നടക്കുന്നേ. അതൊക്കെ ഞാനൊരു ദേവസേനയിൽ പോകുന്നുണ്ട്. ഇന്ന് മരുന്ന് വാങ്ങാൻ പോയടുത്തുനിന്ന് നമ്മളെ കുടുംബത്തിലെ ഒരാൾ കണ്ടിട്ട് ലേഖയോട് പറഞ്ഞിനി വീഡിയോസ് എല്ലാം കാണലുണ്ട്, എന്നാന്ന് സിനിമയിലെല്ലാം എത്തുവെച്ചെന്നെല്ലാം പറഞ്ഞിനി ലേഖയോട് കേട്ടാ. ഞാൻ പറഞ്ഞ നന്നായിരിക്കട്ടെ, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തായാലും സിനിമയിൽ എത്തുന്നു, അപ്പൊ സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ സിനിമ എടുക്കുമല്ലോ, അപ്പൊ എന്തായാലും എത്തും. ഷുവർ. മിന്നിച്ചേക്കണേ. അതിന്റെ അടുക്കൊന്നും ഒഴിഞ്ഞിടണല്ലേ. 4-5 മണിക്കൂർ വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രക്കും നൈസായിട്ട് കലക്കിയിരുന്നെങ്കിൽ 5 മണിക്കൂറിലാവും. അപ്പോൾ ആ കലക്കിയിട്ട് ഫസ്റ്റൊന്നും നമുക്ക് ഒരു 2 മണിക്കൂറൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് ഇളക്കുന്നതിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബാറ് വരുമ്പോൾ ഒരാൾ വേണ്ടത്. അപ്പോൾ ആ ഒരാളാണ് നമ്മൾ കേട്ടോ. അപ്പോൾ അങ്ങനെ മരുന്ന് എല്ലാ സാധനങ്ങളും ഇട്ട് ഇടാൻ ബാക്കിയല്ലേ? ഇനി ഇടാനൊന്നുമില്ല, നെയ്യ് ഒഴിക്കാനുണ്ട്. ബാക്കിയെല്ലാം ഇടുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല, കുറേ സമയം പ്രോസസ്സാണ്, നിൽക്കാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഇതിൽ കൊടുത്ത സാധനങ്ങളെല്ലാം ഇട്ട് എല്ലാം ചേർത്ത് കഴിഞ്ഞു, മുന്തിരി വരെ ചേർത്തു. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഐറ്റംസും ഇടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ലാസ്റ്റ് ഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇളക്കാൻ ആളുകളായിട്ട് ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് ഇളക്കാനില്ല, അത് മണത്തിട്ടില്ലേ അതിൻ്റെ ഉപയോഗം ഏതെല്ലാം ആയി എന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെയാണ് അതിന് അതുപോലെയെങ്കിലും വീണ്ടും അങ്ങനെയല്ല, മേൽനോട്ടത്തിനാ വന്നത്. അങ്ങനെയല്ല, കുറച്ചും കൂടി ഇളകാനുണ്ട് ശരിക്കും. ഇന്നോ തീരുന്നോ പരിപാടി വെച്ചിട്ട് അടുത്ത ഭാഗത്തിളക്ക് ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്. ഈ സാധനം ഇല്ലേ ഇളക്കുന്നവർക്ക് മിക്സറുണ്ട് കേട്ടാ. റെസ്റ്റ് എടുക്കുമ്പോ എത്ര സമയം ഞാൻ ഇളക്കി എന്നറിഞ്ഞ് വന്നിട്ടില്ലല്ലോ. ബാവട്ടാ, അപ്പൊ ബാബോട്ടനാണ് കേട്ടോ നമ്മളെ ഫുൾ പരിപാടിയുടെ കൂടെയുള്ളത്. ബാവട്ടെ പറ. സഹായിക്കുന്ന ചോദിച്ച് ഞങ്ങളെ കുറച്ച് സഹായിച്ചു തരാന്ന് തോന്നുന്നു. ഇതാവളെ ബാബോട്ട്. ഇതിനിടയ്ക്ക് കുറച്ച് ഷോർട്സിൽ ബാബോട്ടനുണ്ടായിരുന്നു. ബാവട്ടെ ഓർമ്മയുണ്ടാ? നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് അരച്ച് വേപ്പിന്റെ ചെപ്പ്. ഇത് വേപ്പല്ല, ഇത് ഇതാണ് മുരിങ്ങയില. മുരിങ്ങയിലെ രസമുണ്ടോ? ഇതിങ്ങനെ പുറത്തു വന്ന രസമുണ്ട്. അതിപ്പോ ഞാൻ കുളിക്കാൻ പോക്കാണ്, അതിലിടക്ക് ഒരു 10 മിനിറ്റ് തേച്ചിട്ട് പോവാച്ചിട്ട് ഒന്ന് തേച്ചു. എള്ളെണ്ണ ഒഴിച്ചിട്ട് ഇനി കുറേയും കൂടി കുറുക്കിയിട്ടാകുമ്പോൾ നെയ്യ് ഒഴിക്കാം.
ഇനി അത് മാത്രമേ ചേർക്കാനുള്ളൂ, നെയ്യ് മാത്രം. അപ്പോൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നല്ലോണം കുറുകി വന്ന് നമുക്കുണ്ടല്ലോ ഇവർക്ക് അനക്കും എല്ലാവർക്കും തന്നെ നമ്മളെ വീട്ടിലുള്ളവർക്ക് അങ്ങനെ അറിയണ്ടേ, കാരണം ഓരോരൊക്കെ ഓരോ ഇതായിരിക്കില്ല. എള്ളെണ്ണ അങ്ങനെ കൊടുക്കൂല. അതുകൊണ്ട് നമ്മൾ പശു നെയ്യ് കൂടുതൽ ചേർക്കും, എള്ളെണ്ണ കുറച്ചേ ചേർക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കൽ. എല്ലാ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാക്കൽ. പശു നെയ്യ് കൂടുതൽ, എള്ളെണ്ണ കുറച്ചിട്ട്. about എത്ര സമയം നമ്മൾ വെച്ചിട്ട്? 4 മണിക്കൂറായി. 4 മണിക്കൂർ. ഇപ്പോൾ 4-4.5 മണിക്കൂറോളായി ഏകദേശം. എങ്ങനെയായി പാകം നമ്മളെ പരിപാടി? നമ്മളിപ്പം ഇനിയിപ്പോൾ ഒരു 1/4 മണിക്കൂറിന് കാത്തുക്കും അപ്പടെ വാങ്ങും. ഇപ്പോഴാണ് നമുക്ക് ടെൻഷൻ, ഇത് പാകം എങ്ങനെയാണ്, ആയോ 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 ആയോ. ഒരു ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുറച്ച് ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടോ ആയിട്ട് ഇങ്ങോട്ടോ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. വരുന്നുണ്ടോ അങ്ങോട്ട് നമുക്ക് വേഗം കേക്കത്തുള്ളി വേണം. അപ്പോൾ അങ്ങനെ മരുന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാവും. അതിൽ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, വിളിച്ചാൽ ഞാൻ അയച്ചു തരാം. അടുത്താണെങ്കിൽ വന്നിട്ട് എടുക്കാം. നമ്മളെ വീട് അറിയായിരിക്കും, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കലുണ്ട്. അടുത്തുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. വന്നാൽ നമ്മൾ തരാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ചാൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അയച്ചു തരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കറക്റ്റ് അഡ്രസ്സെല്ലാം വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് കോള് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ കൊടുക്കാം കേട്ടോ, ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും ഈ മരുന്ന് നടന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ കൊടുക്കുക. പിന്നെ കഴിച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ കുറച്ചൊരു മാറ്റം ഉണ്ട് എനിക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോ, ഞാൻ അങ്ങനെയല്ല പരമാവധി തരാം. അപ്പോൾ എന്നാൽ ഏകദേശം വേണ്ടി പോക്കൊന്ന് മരുന്നാക്കി വിശേഷം ഇന്നത്തെ വീഡിയോ. അപ്പോൾ വിശേഷം നാളെ വരാം. ഇവരെല്ലായിരിക്കും പൊത്താൻ ഞാനുണ്ട്. ബായ്.